leaders of the UDF on the dais, Congress workers, UDF partner workers, friends from the media, brothers and sisters, I'd like to welcome all of you here. ഈ സ്റ്റേജിലുള്ള നേതാക്കന്മാരെ, കോൺഗ്രസ് പ്രവർത്തകരെ, UDF-ന്റെ നേതാക്കന്മാരെ, മീഡിയ മാധ്യമ പ്രവർത്തകരെ, സഹോദരി സഹോദരങ്ങളെ, we are currently involved in a fight with the RSS BJP. നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടിയും BJP-യുമായിട്ട് ഒരു തികഞ്ഞ കടുത്ത മത്സരത്തിലാണ്. They believe that one idea should run this country. അവർ വിശ്വസിക്കുന്നത് ഒരു ഐഡിയ, ഒരു ആദർശം ഈ രാജ്യത്തെ നയിക്കണമെന്നാണ്. One thought, one language should run this country. ഒരു ചിന്ത, ഒരു ഭാഷ ഇതായിരിക്കണം ഈ രാജ്യത്തെ നയിക്കുന്നതെന്ന് അവർ കരുതുന്നു. One history should run this country. ഒരു ചരിത്രം ഈ രാജ്യത്തിന്, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. And we believe that India is an expression of its people. നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ത്യ വൈവിധ്യത്തിന്റെ ഒരു പ്രദേശമാണ്, അതിന്റെ പ്രതികരണമാണ് നാം ആഗ്രഹിക്കുന്നത്. We believe that the voice of India should run this country. നമ്മൾ വിശ്വസിക്കുന്നത് രാജ്യത്തിന്റെ ശബ്ദം, യഥാർത്ഥ ശബ്ദം കേൾക്കണമെന്നാണ്. Every history, every language, every tradition should be respected. ഈ രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന ചരിത്രങ്ങളെ, വൈവിധ്യമാർന്ന ഭാഷകളെ, വൈവിധ്യമാർന്ന നമ്മുടെ ആചാരങ്ങൾ, അവയൊക്കെയും സംരക്ഷിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. India is big enough that no idea needs to be crushed. ഇന്ത്യ മഹത്തായ രാജ്യമാണ്. ഒരു ഐഡിയയും ഇവിടുത്തെ ഒരു ആദർശങ്ങളും ഒരു വിചാരങ്ങളും അടിച്ചമർത്താൻ കഴിയില്ല. So BJP says Congress Mukt Bharat. BJP പറയുന്നു കോൺഗ്രസ് ഇല്ലാത്ത ഭാരതമെന്ന്. And we say we will fight the BJP, we will fight the RSS on their ideas, but we will respect the fact that they should be allowed to have an idea. നമ്മൾ പറയുന്നു നമ്മൾ BJP-യെ എതിർക്കും, നമ്മൾ RSS-നെ എതിർക്കും, പക്ഷേ എന്നാലും നാം അവര് BJP മുക്ത ഭാരതം, RSS മുക്ത ഭാരതം, അവരില്ലാത്ത ഭാരതം എന്നത് നമ്മുടെ ലക്ഷ്യമല്ല. We will fight them with love and affection. We will defeat them, but we will not eliminate them. നമ്മൾ അവരെ ശക്തമായി എതിർക്കും, നമ്മൾ അവരെ പരാജയപ്പെടുത്തും, എന്നാൽ നമ്മൾ അവരെ ഉന്മൂലനം ചെയ്യുവാനില്ല. We will not kill them or destroy them. നമ്മൾ അവരെ നശിപ്പിക്കുകയില്ല, നമ്മൾ അവരെ ഇല്ലാതാക്കില്ല. But through love and affection we will show them that their ideas are wrong. ഈ ഇലക്ഷനിൽ കൂടെ നമ്മൾ അവരെ അവരുടെ മാർഗം എന്താ, അവരുടെ സ്ഥാനം എന്താണെന്ന് കാണിച്ചു കൊടുക്കും. That is the Congress way. അതാണ് നാം ചെയ്യുന്നത്. Now, the last 5 years, the BJP has run the country. കഴിഞ്ഞ 5 വർഷം ഈ രാജ്യം ഭരിച്ചത് BJP-യാണ്. And the Prime Minister has systematically made promises. പ്രധാനമന്ത്രി വളരെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ അദ്ദേഹത്തിന്റെ പരിപാടി നടപ്പാക്കിക്കൊണ്ടിരുന്നു. And we have all heard these grand promises. We have all heard these grand promises. Yes, നമ്മൾ അദ്ദേഹത്തിന്റെ വലിയ വലിയ വാഗ്ദാനങ്ങളെല്ലാം കേട്ടു. Wherever he goes, a new promise. അദ്ദേഹം എവിടെ പോയാലും വാഗ്ദാനങ്ങൾ കൊടുക്കും. Don't make me Prime Minister, he says. Make me the chokidar. Don't make me Prime Minister, he says. Make me the chokidar. He says, അദ്ദേഹം പറയുന്നു അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കേണ്ട സൂക്ഷിപ്പുകാരനാക്കിയാൽ മതിയെന്ന്, ചൗക്കിദാർ. But brothers and sisters, the question is, who's chokidar? ആരാണ് ഈ ചൗക്കിദാർ എന്ന് പറയുന്ന ആൾ? ആരാണ് ഈ സൂക്ഷിപ്പുകാരൻ? He took the vote from the people of India and became the chokidar of Mr. Anil Ambani. He took the vote from the people of India and became the chokidar of Mr. Anil Ambani. അദ്ദേഹം ജനങ്ങളുടെ വോട്ട് സ്വീകരിച്ചിട്ട് അംബാനിയുടെ ചൗക്കിദാർ, അനിൽ അംബാനിയുടെ ചൗക്കിദാറായി മാറി. 30,000 crore rupees given to Mr. Anil Ambani. Then what do we do?
30,000 crores given to Mr. Anil Ambani. 30,000 കോടി അനിൽ അംബാനിക്ക് അദ്ദേഹം ദാനമായി നൽകി. He's never made an aircraft in his life. Sound problem. Then what do we do? Echo problem. I think you just echo problem. That echo is there. Echo is coming. Okay. He has never made an aircraft in his entire life. He has never made an aircraft in his life. Okay, അദ്ദേഹം ഈ അനിൽ അംബാനി ഒരു എയർക്രാഫ്റ്റ് പോലും അദ്ദേഹത്തിന്റെ ഫാക്ടറിയിലോ അദ്ദേഹത്തിന്റെ കീഴിലോ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. But he has given the world's biggest defense contract. എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു എയർക്രാഫ്റ്റ് കോൺട്രാക്ട് ആണ് കൊടുത്തിരിക്കുന്നത്. The French president says the Indian Prime Minister came to me and told me that if we wanted to sell the aircraft to India, the contract had to be given to Anil Ambani. ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ ഫ്രഞ്ചുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് കൊടുക്കേണ്ടത് അത് ആണ് അംബാനിക്ക് നിർമ്മിക്കാനായി കൊടുത്തതെന്ന്. 30,000 crores of your money goes into the pocket of that thief. 30,000 കോടി നമ്മുടെ പണം, ഈ രാജ്യത്തിന്റെ പണം അനിൽ അംബാനിക്ക് നൽകി. Not because he knows how to build an aircraft, not because he is capable, but simply because the Prime Minister calls him Anil Bhai. അനിൽ അംബാനിക്ക് എന്തെങ്കിലും ഇതിനകത്ത് പരിചയമുണ്ടായിട്ടല്ല, അനിൽ അംബാനിക്ക് പറ്റി യോഗ്യതയുണ്ടായിട്ടല്ല, മറിച്ച് അനിൽ അംബാനി പ്രധാനമന്ത്രിയുടെ സുഹൃത്താണ് എന്ന പരിഗണന മാത്രമാണ് ഈ വലിയ കോൺട്രാക്ട് കൊടുക്കാൻ ഇടയായത്. And then in every speech the Prime Minister speaks of corruption. Prime Minister in every speech he speaks about corruption. എല്ലാ പ്രസംഗത്തിലും പ്രധാനമന്ത്രി അഴിമതിയെ കുറിച്ച് പറയുന്നു. But when we ask him questions in the Lok Sabha, when we ask him 4 simple questions in the Lok Sabha, why did you give the contract to Anil Ambani? Why did you take the contract from the experienced Hindustan Aeronautical Limited company? Why did you pay 1,600 crores for a 526 crore aircraft? No answers are forthcoming. നമ്മളെ ലോക്സഭയിൽ പ്രൈം മിനിസ്റ്ററോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അനിൽ അംബാനിക്ക് ഈ വലിയ കോൺട്രാക്ട് കൊടുത്തതെന്ന്, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് കൊടുത്തത് അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് നാം ചോദിച്ചു. പക്ഷേ പ്രധാനമന്ത്രിക്ക് ആ കാര്യത്തിൽ യാതൊരു മറുപടിയും ഇല്ല. He spends 1.5 hours answering 4 questions. Does not mention Rafael, does not mention Anil Ambani. Sometimes he looks up, sometimes he looks left, sometimes he looks right, sometimes he looks down. He cannot put his eyes into the eyes of the people of India. പാർലമെന്റിൽ അദ്ദേഹം 1.5 മണിക്കൂർ സംസാരിച്ചു. പക്ഷേ അനിൽ അംബാനിയുടെ ഈ കോൺട്രാക്ടിനെ കുറിച്ചൊരു വാചകമില്ല, റാഫേലിനെ കുറിച്ച് ഒരു വാചകമില്ല. അദ്ദേഹം താഴോട്ട് നോക്കും, മുകളിലോട്ട് നോക്കും, സൈഡിലേക്ക് നോക്കും, പക്ഷേ ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹം സ്പർശിച്ചിട്ടില്ല. He says to the whole nation, make me chowkidar and I will put 15 lakhs into everyone's bank account. അദ്ദേഹം പറഞ്ഞു, എന്നെ രാജ്യത്തിന്റെ സൂക്ഷിപ്പുകാരനാക്കുക, ഞാൻ 15 ലക്ഷം വീതം എല്ലാവരുടെയും അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. Not 1 rupee comes to the people of India. പക്ഷേ 1 രൂപയും എങ്ങും എത്തിയില്ല. So we've decided, the Congress party has decided that we are going to fulfill the promise Mr. Narendra Modi broke. നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, നമ്മുടെ തീരുമാനം ഈ മോഡി വാഗ്ദാനങ്ങൾ നടപ്പാക്കിയില്ല, പക്ഷേ നാം വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്നാണ്. We are going to give 72,000 rupees every year. നമ്മൾ ഓരോ വർഷവും രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ 70,000 രൂപ വീതം
കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. Directly into 5 crore bank accounts. അത് ആരും ഇടനിലക്കാരിൽ കൂടല്ല, മറിച്ച് ഈ പാവങ്ങൾ 25 കോടി ജനങ്ങളുടെ അക്കൗണ്ടിൽ നേരിട്ട് ഈ 72,000 രൂപ കൊടുക്കുന്നതാണ്. 3,60,000 rupees in 5 years. അത് ചെയ്യുമ്പോൾ 5 വർഷം കൊണ്ട് 3.5 ലക്ഷം കോടി രൂപ, നമുക്ക് 3.5 ലക്ഷം കോടി രൂപ അതിനായി നാം ചെലവാക്കും. We are going to do a surgical strike on poverty. We are going to do a surgical strike on poverty. നമ്മൾ ഈ ഇക്കോണമിയിൽ ഒരു മിന്നലാക്രമണം, ഒരു സർജിക്കൽ മിന്നലാക്രമണം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. Imagine 20% of India's poor can be given 72,000 rupees a year. 72,000 രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കൊടുക്കാൻ കഴിയുമോ എന്ന് നാം പരിശോധിച്ചു. There is no shortage of money in this country. അതിന് പണത്തിന് യഥാർത്ഥത്തിൽ കുറവ് ഈ രാജ്യത്ത് ഇല്ല. Mr. Narendra Modi says that the money for the Nyay scheme is going to come from the middle class. ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് മധ്യവർത്തികളിൽ നിന്ന് ആ പണം എടുക്കുമെന്നാണ്. And I want to make it very clear to the middle class of Kerala and middle class of the country. ഞാൻ ഒരു കാര്യം ഉറപ്പായി രാജ്യത്തെ മിഡിൽ ക്ലാസിനോട്, അതായത് മധ്യവർത്തികളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. You are the engine of India's growth. നിങ്ങളാണ് ഇന്ത്യയുടെ പുരോഗതിയുടെ യഥാർത്ഥ വാഹകർ, അല്ലെങ്കിൽ യഥാർത്ഥ പ്രവർത്തകർ. We are not going to take a single rupee from your pocket for the Nyay scheme. നിങ്ങളുടെ, അതായത് മിഡിൽ ക്ലാസിന്റെ മധ്യവർത്തികളുടെ പണത്തിന്റെ അവരുടെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോലും ഈ കാര്യത്തിന് എടുക്കില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. Income taxes will not be raised at all. അതായത് ഇൻകം ടാക്സ്, വരുമാന നികുതി ഇതിനു വേണ്ടി ഉയർത്തില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. Narendra Modi gave 35,000 crores to Nirav Modi, 35,000 crores to Mehul Choksi, 45,000 crores of debt to Mr. Anil Ambani, Vijay Mallya, Lalit Modi. These are the people where this money is going to come from. Narendra Modi 35,000 crores ഒരു മറ്റൊരു മോഡിക്ക് കൊടുത്തു, വിജയ മല്യക്കിന് കൊടുത്തു. അങ്ങനെ ഈ രാജ്യത്തെ ക്രോണി ക്യാപിറ്റൽ, സ്വന്തം ചങ്ങാതികൾക്ക്, അത്തരം ആളുകൾക്ക് നരേന്ദ്രമോദി ഉദാരമായി തന്നെ പണം നൽകി. Narendra Modi did demonetization and gave you Gabbar Singh tax. നരേന്ദ്രമോദി ഡിമോണിറ്റൈസേഷൻ കൂടെ, അതായത് നോട്ട് നിരോധനത്തിൽ കൂടെ അനിൽ അംബാനി ഉൾപ്പെടെ ഇവരെ ഒക്കെ സഹായിച്ചു. He took thousands and thousands of crores out of the Indian economy. അദ്ദേഹം ആയിരക്കണക്കിന് കോടി രൂപ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വെട്ടിച്ച് തട്ടി മാറ്റി. And when he took that money out, he destroyed the lives of millions of people. നോട്ട് നിരോധനത്തിൽ കൂടെ അങ്ങനെ കോടിക്കണക്കിന് രൂപ മാറ്റിയപ്പോൾ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് അദ്ദേഹം താറുമാറാക്കിയത്. Small businesses, middle-sized businesses, shopkeepers were all destroyed. ചെറുകിട കച്ചവടക്കാർ, അതുപോലെ ചെറു ബിസിനസ്സുകാർ, മറ്റ് ബിസിനസ്സുകാർ, ചെറിയ സംരംഭകർ, അവരെ എല്ലാവരെയും ഈ നോട്ട് നിരോധനം അപകടത്തിലാക്കി. As money was taken out of people's pockets, people stopped buying things. ഈ സാധാരണക്കാരുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഇത്തരത്തിൽ ദുർവ്യയം ചെയ്തു. The moment people stopped buying things, factories stopped producing things. The moment people stopped buying things, factories stopped producing. ആളുകൾ പണം വാങ്ങാതെ, സാധനം വാങ്ങാതിരിക്കുന്ന സമയത്ത് ഫാക്ടറികളിൽ യഥാർത്ഥത്തിൽ ഉൽപാദനം നിലയ്ക്കും. And the moment factories stopped producing things, you had huge unemployment. അങ്ങനെ വരുമ്പോൾ, ഫാക്ടറികൾ ഉൽപാദനം നിർത്തുമ്പോൾ തൊഴിലില്ലായ്മ വീണ്ടും വർദ്ധിക്കും. And the economy stopped. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഇക്കോണമി, നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി പിന്നോട്ടടിക്കും.
Narendra Modi demonetized the Indian economy. Nyaya Yojana is going to remonetize the Indian economy. Narendra Modi നോട്ട് നിരോധനത്തിൽ കൂടെ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർത്തുവെങ്കിൽ നമ്മൾ ന്യായ യോജന വഴി സാമ്പത്തിക വ്യവസ്ഥയെ ഉയർത്തും, പ്രബലപ്പെടുത്തും. Every month we will put 72,000 rupees into 5 crore bank accounts. ഓരോ മാസവും നമ്മൾ 72,000 കോടി രൂപ വീതം ഓരോ പാവപ്പെട്ട ആളുടെയും അക്കൗണ്ടിൽ കൊടുത്തുകൊണ്ട് 72,000 രൂപ വീതം കൊടുത്ത് നമ്മുടെ പാവപ്പെട്ട 5 കോടി കുടുംബങ്ങൾ 25 കോടി ജനങ്ങളെ നമ്മൾ സഹായിക്കും. The moment poor people receive this money, they will start buying products. ഈ പണം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ലഭ്യമാകുമ്പോൾ അവർ മാർക്കറ്റുകളിൽ പോയി സാധനങ്ങൾ വാങ്ങും. Shoes, shirts, pants, cameras, whatever they buy. അവരുടെ വീട്ടാവശ്യങ്ങൾക്കും തനിതാവശ്യങ്ങൾക്കും വേണ്ടിയ ഷൂസ്, ക്യാമറ, ഷർട്ട്, പാൻസ് തുടങ്ങിയവയെല്ലാം അവർ വാങ്ങും. Factories will start producing these products again. അതിന്റെ അർത്ഥം അതിന്റെ ഫലമായി സാമ്പത്തിക രംഗം കൂടുതൽ ബലപ്പെടും. Shopkeepers will start selling these products. ആ കച്ചവടക്കാർ ഈ സാധനങ്ങൾ വാങ്ങിച്ച് വിൽപ്പന നടത്തും. And the damage Mr. Narendra Modi did will be fixed. അങ്ങനെ ശ്രീ നരേന്ദ്രമോദി ഈ രാജ്യത്തുണ്ടാക്കി വെച്ച വലിയ സാമ്പത്തിക തകർച്ചയെ നാം ഈ മാർഗത്തിൽ കൂടെ പരിഹരിക്കും. He promised you 15 lakhs. That was a lie. We will give you 3,60,000 rupees. അദ്ദേഹം 15 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം ചെയ്തു. അത് നടക്കാത്ത ഒരു അസത്യമായിരുന്നു. എന്നാൽ നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു 3.5 ലക്ഷം കോടി രൂപ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി നാം വാഗ്ദാനം ചെയ്യുന്നു. We can't give you 15 lakh rupees because if we were to give you 15 lakh rupees, we would destroy the Indian economy. നമുക്ക് ഒരാൾക്ക് 15 ലക്ഷം രൂപ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ കൊടുക്കാൻ സാധ്യമല്ല. അങ്ങനെ ചെയ്താൽ രാജ്യം തകരും. But we can give you 3,60,000 rupees in 5 years and help build the Indian economy. എന്നാൽ 5 വർഷം കൊണ്ട് 3.5 ലക്ഷം കോടി രൂപ രാജ്യത്തെ പാവങ്ങൾക്കൊക്കെ ന്യായത്തിൽ കൂടെ കൊടുത്തിട്ട് നമുക്ക് രാജ്യത്തെ സാമ്പത്തിക രംഗം പുനർനിർമ്മിക്കുവാൻ കഴിയും. He destroyed your lives with demonetization. We will help you build your lives with remonetization. ഈ അദ്ദേഹം നമ്മളോട് ഡിമോണിറ്റൈസേഷനിൽ കൂടെ രാജ്യത്തെ തകർത്തുവെങ്കിൽ നമുക്ക് റീമോണിറ്റൈസേഷനിൽ കൂടെ, അതായത് സാമ്പത്തിക രംഗത്തെ പുനർനിർമ്മിച്ചുകൊണ്ട് നിങ്ങളെ സഹായിക്കുവാൻ രാജ്യത്തെ നിലനിർത്തുവാൻ കഴിയും. He gave you Gabbar Singh tax, 5 different taxes, 28% tax, a complicated tax system. GST-യിൽ കൂടെ അദ്ദേഹം കൊണ്ടുവന്നത് വളരെയധികം ആളുകൾക്ക്, കച്ചവടക്കാർക്ക്, സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും 28% വരെ ടാക്സ് അവരിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും ഈടാക്കുന്ന ടാക്സാണ്, നികുതിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. And the first thing we will do when we come to power, we will give you a new GST, a real true GST. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, നമ്മൾ അധികാരത്തിൽ വന്നാൽ പുതിയ ഒരു GST, പുതിയ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പാക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. One tax, simple tax, minimum tax. It will be നമ്മുടേത് ഏറ്റവും ലളിതമായ ടാക്സ്, അതുപോലെ തന്നെ മിനിമം ടാക്സ്, അതായിരിക്കും ഏറ്റവും കുറഞ്ഞ ടാക്സ്. This can be done easily. ഇത് ബുദ്ധിമുട്ട് കൂടാതെ, പ്രയാസം കൂടാതെ ചെയ്യാൻ കഴിയുന്നതാണ്. As long as the government is ready to listen to the voice of the people. നാം അത് ജനങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ തയ്യാറായാൽ, ശ്രമിച്ചാൽ ഇത് വളരെ ലളിതമായി നടപ്പാക്കാൻ കഴിയും. I'll give you another example. ഞാൻ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. I'll give you the example of the rubber industry. ഞാൻ Rubber industry. റബ്ബർ വ്യവസായത്തിന്റെ ഉദാഹരണം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. Without speaking to the people of Kerala, without speaking to the people involved in the rubber industry, Mr. Narendra Modi does a trade deal with Malaysia. കേരളത്തിലെ റബ്ബർ കർഷകരോട് ആലോചിക്കാതെ,
ജനങ്ങളോട് ആലോചിക്കാതെ ശ്രീ നരേന്ദ്രമോദി മലേഷ്യയുമായി ഒരു ഡീൽ ഉണ്ടാക്കി. Rubber prices fell from 180 rupees to 90 rupees. റബ്ബറിന്റെ വില 180 രൂപ ഒരു കിലോയിൽ നിന്ന് 90 രൂപയായി കുറഞ്ഞു. There was a dramatic fall in wages and factories shut down. പല ഫാക്ടറികളില് ഇതിന്റെ ഫലമായി അടച്ചിടേണ്ടി വന്നു. Is the government of India supposed to help the people of Malaysia or the people of Kerala? കേന്ദ്ര ഗവൺമെന്റ് മലേഷ്യയിലെ ആളുകളെ ജനങ്ങളെ സഹായിക്കാനുള്ളവരാണോ അതോ ഇന്ത്യയിലെ ആളുകളെ സഹായിക്കാനുള്ളവരാണോ? Did he ask the people of Kerala? Did he ask the people who worked in the rubber industry before taking this step? Did he ask the people of Kerala before taking this step? അദ്ദേഹം ഈ ഡീൽ നടത്തിയപ്പോൾ കേരളത്തിലെ ആളുകളോട് ചോദിക്കുകയുണ്ടായോ? No, he didn't bother. അദ്ദേഹം അത് ചെയ്തില്ല. Now, I'd like to say a little bit about the farmers of our country and the farmers of Kerala. ഞാൻ കേരളത്തിലെ കർഷകരുടെ പ്രശ്നം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. While we were making our manifesto, we spoke to thousands and thousands of farmers. മാനിഫെസ്റ്റോ നമ്മുടെ പാർട്ടിയുടെ പ്രകടന പത്രിക മാനിഫെസ്റ്റോ ഉണ്ടാക്കിയപ്പോൾ ആയിരക്കണക്കിന് ആളുകളോട് കർഷകരോട് ഉൾപ്പെടെ നാം സംസാരിച്ചു. And we asked them, what would you like us to do for you? നമുക്ക് അവരെ സഹായിക്കണമെന്ന് കഴിവുള്ളത്തോട് സഹായിക്കണമെന്നുണ്ട്. And they gave us two wonderful answers. അവരെ നമ്മുടെ ചോദ്യത്തിന് രണ്ട് മറുപടി തന്നു. The first thing they pointed out was that when a person like Anil Ambani, Nirav Modi takes a bank loan and doesn't return the money, he does not go to jail. Then okay. The farmers told us that when Anil Ambani, a rich person like Anil Ambani takes a bank loan and doesn't return it, he doesn't go to jail. ഫാർമേഴ്സ് പറഞ്ഞു അനിൽ അംബാനി പണം തരുന്നില്ല എങ്കിൽ കടമെടുത്ത് തരുന്നില്ല എങ്കിൽ അതിൽ ഞങ്ങൾ സഫർ ചെയ്യേണ്ട, ഞങ്ങൾ തരുന്നതാണ് എന്ന് പറഞ്ഞു. And the farmers asked us, why is it that a man like Anil Ambani doesn't go to jail, but when we take a bank loan of 20,000 rupees and don't pay it back, we go to jail? കൃഷിക്കാർ ചോദിച്ച ചോദ്യം, അനിൽ അംബാനി പണം അടച്ചില്ല എങ്കിൽ അയാൾ ജയിലിൽ പോകുന്നില്ല, ഞങ്ങൾ പണം അടച്ചില്ല എങ്കിൽ ഞങ്ങൾ ജയിലിൽ പോകുന്നു, അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. So we have written in our manifesto that after 2019, no Indian farmer, no farmer from Kerala can be put into jail for not paying back his bank loan. ഞങ്ങൾ അതുകൊണ്ട് നമ്മുടെ മാനിഫെസ്റ്റോയിൽ എഴുതി, ഈ ബാങ്കിലെ പണം അടച്ചില്ല എന്നതിന്റെ പേരിൽ ഒരു കർഷകനെയും ജയിലിലടയ്ക്കാൻ പാടില്ല എന്ന് നമ്മുടെ മാനിഫെസ്റ്റോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. We want fairness in India. We want justice in India. We don't want an India where the richest people don't have to pay back their bank loans, but the poorest people are put in jail for not paying bank loans. നമുക്ക് രാജ്യത്ത് ന്യായം വേണം, നീതി വേണം. പണക്കാർ അവരെ പണം അടയ്ക്കാതെ രക്ഷപ്പെടുമ്പോൾ പാവപ്പെട്ടവരെ ജയിലടയ്ക്കുന്ന ഒരു വ്യവസ്ഥ നമുക്ക് ആവശ്യമില്ല. We have also committed to the farmers of India that we will give them a separate budget every year. ഇന്ത്യയിലെ കർഷകരോട് നമ്മൾ മറ്റൊരു വാഗ്ദാനം കൂടെ കൊടുത്തു. കർഷകർക്കായി മറ്റൊരു പ്രത്യേക ബഡ്ജറ്റ് നമ്മൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതാണ്. There will be a national budget and then there will be a farmers budget. രാജ്യത്തെ ഒരു ദേശീയ ബഡ്ജറ്റും ഉണ്ടാകും, കർഷകർക്കായിട്ട് മറ്റൊരു ബഡ്ജറ്റും ഉണ്ടാകും. And the farmers budget will cover all issues pertaining to farmers and agriculture. കാർഷിക ബഡ്ജറ്റ് കൃഷിക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്നതും പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഉള്ളതായിരിക്കും. We will tell all India's farmers what the government of India is going to do for them in the coming year. ഈ നമ്മൾ ഇന്ത്യയിലെ കർഷകരോടെല്ലാം പറയും, അടുത്ത 5 വർഷം കൊണ്ട് നാം അധികാരത്തിൽ വന്നാൽ എന്താണ് കർഷകർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്ന് നാം അവരോട് പറയും. We will tell you up front what the Indian government will do for the rubber industry.
നമ്മൾ അതുപോലെ തന്നെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്കും റബ്ബർ വ്യവസായത്തിന്റെ പുരോഗതിക്കുമായി എന്ത് ചെയ്യുമെന്നുള്ള വിവരം നമ്മൾ നേരത്തെ പറയും. We will tell each farmer that this is how much we are going to increase the MSP. നമ്മൾ ഓരോ കർഷകർക്കും ഉറപ്പ് കൊടുക്കും, നമ്മൾ അവരുടെ MSP അവരുടെ മിനിമം വില ഉണ്ടല്ലോ, പ്രൊക്യൂർ ചെയ്യുന്നതിന്റെ മിനിമം വില വർദ്ധിപ്പിക്കുമെന്ന് ഉള്ളതാണ്. This is how much bonus you are going to get. This is the compensation you will get. This is the type of technology that we are going to help put into your farms. എന്താണ് നമ്മൾ നൽകുന്ന നഷ്ടപരിഹാരം, എന്താണ് നൽകുന്ന സഹായം, എന്താണ് നമ്മൾ നൽകുന്ന സാങ്കേതിക വിദ്യ, ഇവയൊക്കെയും നമ്മൾ കർഷകരോട് നേരത്തെ തന്നെ പറയും. There is a habit these days of blatant privatization of education and healthcare. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേകത വന്നിരിക്കുന്നത് വിദ്യാഭ്യാസത്തെയും മറ്റും സ്വകാര്യവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. And the idea is that the poorest people in the country should pay lakhs and lakhs of rupees for healthcare and education. അതിന്റെ ഫലമായി പാവപ്പെട്ട കുട്ടികൾ ആരോഗ്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുമായി ലക്ഷക്കണക്കിന് രൂപ നൽകേണ്ടതായി വരുന്നു. Our government in 2019 is going to spend a lot of public money in education, in healthcare, in building solid educational institutions and building solid healthcare institutions and hospitals. 2019 നമ്മുടെ ഗവൺമെന്റ് ഈ രംഗത്ത്, അതായത് ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും പബ്ലിക് പണം, സർക്കാരിന്റെ പണം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഫലമായി നല്ല സ്റ്റാൻഡേർഡ് ഉള്ള, നല്ല മികവുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. Mr. Narendra Modi has reduced the amount of money India spends on education. This is a shame. വാസ്തവത്തില് ശ്രീ നരേന്ദ്രമോദി വിദ്യാഭ്യാസ രംഗത്ത് നാം ചെലവാക്കിക്കൊണ്ടിരുന്ന പണം കുറയ്ക്കുകയുണ്ടായി. ഇത് ലജ്ജാകരമായ കാര്യമാണ്. We have a target of spending 6% of India's GDP on education. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ GDP-യുടെ, അതായത് രാജ്യത്തിന്റെ ടോട്ടൽ വരുമാനത്തിന്റെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കണമെന്നുള്ളതാണ്. We want the poorest and weakest people of this country to have access to the best hospitals and the best education institutions in the world. നമുക്ക് ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവർക്ക് രാജ്യത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആരോഗ്യ സ്ഥാപനങ്ങളിലും പ്രവേശനം ലഭ്യമാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. When I first came to Kerala some days back, when I signed my nomination, I made it very clear that I'm here to fight the BJP and I'm here to send a message that India is not just one idea. India is many, many ideas, and South India also needs to be represented. ഞാൻ കേരളത്തിലെ വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോൾ ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. ഇന്ത്യ ഒരു ആദർശത്തിന്റെയോ ഒരു തത്വശാസ്ത്രത്തിന്റെയോ സ്ഥലമല്ല. വ്യത്യസ്തമായ ആദർശങ്ങളുടെയും വ്യത്യസ്തമായ പ്രമാണങ്ങളുടെയും തത്വശാസ്ത്രത്തിന്റെയും സ്ഥലമാണ്. അതുകൊണ്ട് സൗത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ പോലെ തന്നെ ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. തെക്കേ ഇന്ത്യയെ അവഗണിക്കേണ്ടതല്ല എന്ന വസ്തുത ഞാൻ എടുത്തു പറയുകയുണ്ടായി. And I chose Kerala because it is the land of multiple different ideas, multiple different faiths. ഞാൻ കേരളം തിരഞ്ഞെടുത്തത് കേരളം വ്യത്യസ്തമായ ആശയങ്ങളുടെയും വ്യത്യസ്തങ്ങളായ ധാരണകളുടെയും ജീവിത രീതിയുടെയും ഒരു പ്രദേശമാണ്. I chose Kerala because you know how to love each other, know how to love all different faiths. ഞാൻ കേരളം തിരഞ്ഞെടുത്തതിന് മറ്റൊരു കാരണം കേരളീയർക്കറിയാം മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണമെന്ന്, മറ്റുള്ളവരെ എങ്ങനെ കരുതണമെന്ന് കേരളീയർക്കറിയാം. I chose Kerala because you respect other people's ideas. ഞാൻ കേരളം തിരഞ്ഞെടുത്തതിന് മറ്റൊരു കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ ആശയങ്ങളെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അതുകൊണ്ട് you believe in your ideas, you defend your ideas, but you respect other people's ideas. നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു, നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നു, പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും മറ്റുള്ളവരുടെ ധാരണകളെയും
നിങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. And the Congress party believes in allowing all people to express their faith, express their belief, express their sentiments. കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത് എല്ലാ ആളുകൾക്കും അവരുടെ വിശ്വാസത്തില്, അവരുടെ ആചാരങ്ങളില്, അവരുടെ അനുഷ്ഠാനങ്ങളിൽ അവർക്ക് വിശ്വസിക്കാനുള്ള അവകാശം പൂർണ്ണമായി ഉണ്ട് എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസം. We want an India where people can express what is inside their heart. നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത്, വിശ്വാസത്തിലായാലും ആചാരത്തിലായാലും അനുഷ്ഠാനത്തിലായാലും ജനമനസ്സിൽ, ആളുകളുടെ മനസ്സിൽ എന്താണ് ഉള്ളത് അത് അവർ പ്രകടിപ്പിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. As long as that expression is peaceful and non-violent. അത്തരം പ്രകടനങ്ങൾ, അത്തരം അനുഷ്ഠാനങ്ങൾ സമാധാനത്തോടുകൂടെ പ്രകടിപ്പിക്കുകയും അനുഷ്ഠാനങ്ങൾ നടത്തുകയും വേണം. So the Congress party will never take an action that stops people from genuinely expressing their faith. കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ജനങ്ങൾക്ക് അവരുടെ യഥാർത്ഥമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രകടിക്കുന്നതിന് ഒരു തടസ്സവുമാകില്ല ഒരിക്കലും എന്ന് ഞാൻ പറയുന്നു. And we believe in the wisdom of the people of Kerala. ഞാൻ ആ കാര്യം കേരളത്തിലെ ജനങ്ങളുടെ ചിന്തയ്ക്കും അവരുടെ ബുദ്ധിശക്തിക്കും വിട്ടുകൊടുക്കുകയാണ്. To be able to peacefully and gently resolve these issues. ഇത്തരം കാര്യങ്ങളിൽ സമാധാനമായും ആലോചനയോടുകൂടി തീരുമാനമെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. You've recently had some very, very damaging floods. നമുക്ക് ഈ കേരളത്തിൽ അടുത്തിടെയായി വളരെയധികം വിനാശം വിതച്ച ഒരു ജലപ്രളയമുണ്ടായി. And I know that this area has been specially affected. ഈ പ്രദേശവും ആ വലിയ വെള്ളപ്പൊക്കത്തിൽ ദോഷമായി അപകടകരമായി ബാധിച്ചു എന്ന് എനിക്കറിയാം. People have been hurt, they've lost property, they've lost loved ones. ഈ വെള്ളപ്പൊക്കത്തിൽ വിനാശകരമായ നഷ്ടമുണ്ടായി, ആളുകൾ വരെ മരിച്ചവരും നിങ്ങൾക്കറിയാം. In a time like this, it is the duty of the government to assist the people with compassion. ഇത്തരം ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ സഹാനുഭൂതിയോടെ കാണുകയും സഹായിക്കുകയും ചെയ്യുക എന്നത് ഒരു ഗവൺമെന്റിന്റെ ചുമതലയാണ്. And the government of Kerala should do whatever it can to help the people recovering from the floods. ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളെ സഹായിക്കാൻ അവർക്ക് എന്തെല്ലാം കഴിയുമോ ആ കഴിവെല്ലാം ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. And on our part, if there is anything we can do when we come to power in 2019, we are going to do so. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നത്, നാം 2019 നാം അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുമെന്ന് നിങ്ങളോട് ഉറപ്പു പറയുന്നു. And finally, I'd like to say that it is an honor for me to represent the voice of Kerala. എനിക്ക് പറയാനുള്ളത്, കേരളത്തിന്റെ ശബ്ദം ഞാൻ പ്രകടിപ്പിക്കുന്നത്, കേരളത്തിന്റെ ശബ്ദം പ്രതികരിക്കുന്നത് വലിയ വലിയ ഭാഗ്യമാണെന്നാണ്. View me as a brother who is representing what is in your heart. നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അത് റെപ്രസെന്റ് ചെയ്യാൻ, പ്രതികരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. It is with humility that I say this. It is with utmost humility that I say this. ഞാൻ ഈ പറയുന്നത് ഏറ്റവും വലിയ വിനയത്തോടുകൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. And I say this not only to members of the Congress party. I say this to all Keralites, members of all political parties, CPM, Congress, everybody. ഞാൻ ഈ പറയുന്നത് കോൺഗ്രസ്സുകാരോട് മാത്രമല്ല, മുഴുവൻ കേരളത്തിലെ ജനങ്ങളോടുമാണ്. അത് മറ്റു പാർട്ടിയിലെ CPIMലെ ആയാലും മറ്റു BJPയിലെ ആയാലും മറ്റു പാർട്ടിക്കാരോടുകൂടാണ്, അവിടെയുള്ള ജനങ്ങളോടാണ് ഞാനിത് പറയുന്നത്. Your spirit, your history, your way of looking at the world is a guide for the rest of the country. Your spirit, your history and your way of looking at the world is a guide for the country. നിങ്ങളുടേതായ ആവേശവും നിങ്ങളുടേതായ പെരുമാറ്റവും നിങ്ങളുടെ ചരിത്രവും എല്ലാം
മറ്റുള്ളവർക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒന്നാണ്. And it is an honor for me to be one of the many people who will represent Kerala. കേരളത്തിലെ റെപ്രസെന്റ് ചെയ്തതിൽ ഒരാളാകുന്നത് പ്രത്യേകമായി സന്തോഷമുള്ള കാര്യമാണ്. Frankly, another reason I chose to fight from Kerala. സത്യത്തില് Frankly, there's another reason I chose. മറ്റൊരു കാരണമുണ്ട് ഞാൻ കേരളത്തിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചതിന്. Of course, I will help represent you. ഞാൻ നിങ്ങളെ റെപ്രസെന്റ് ചെയ്യും. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. But there is a selfish reason as well. മറ്റൊരു കാരണമുണ്ട്. I wanted to spend some time listening to you and learning from your wisdom. എനിക്ക് നിങ്ങളോട് നിങ്ങൾ പറയുന്ന കേൾക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നു. I wanted to understand how you accommodate and respect so many different ideas. എങ്ങനെയാണ് നിങ്ങൾ വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും ഉണ്ടായിട്ടും അതിനെ ഉൾക്കൊള്ളുന്നതും ബഹുമാനിക്കുന്നതുമെന്ന് അറിയുവാൻ എനിക്ക് അതീവ താല്പര്യമുണ്ട്. I wanted to understand in a little more detail your history, your traditions. എനിക്ക് കേരളത്തിന്റെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ കുറെ കൂടെ വിശദമായി മനസ്സിലാക്കുവാൻ താല്പര്യമുണ്ട്. And of course, I don't commit to learning your language, but a few words I'm certain I will pick up. നിങ്ങളുടെ ഭാഷ പഠിക്കാമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷേ ചില വാക്കുകളൊക്കെ എനിക്ക് പഠിക്കാൻ കഴിയും, പഠിച്ചിട്ടുമുണ്ട്. So I will also benefit from my interaction and work here in Kerala. അതുകൊണ്ട് എനിക്ക് എന്റെ ദേശീയ പ്രവർത്തനങ്ങളിലും അത് സഹായകരമായിരിക്കും. I'd like to end by wishing everybody a very happy Easter and a very happy Vishu. നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷപ്രദമായ ഒരു ഈസ്റ്ററും സന്തോഷപ്രദമായ ഒരു വിഷുവും ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നു. Thank you very much. Jai Hind. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്. Now, our of Central Travancore, Rahulji Armula Kannadi is a handmade metal alloy mirror made in Armula, a small town in the district. It is a symbol of cultural heritage of this district. Rahul Gandhi Zindabad! Rahul Gandhi Zindabad! And please support fully our candidate. Where is our candidate?